വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 2025 നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അത് എവിടെ നിന്നൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാം, എങ്ങനെ എവിടെ ട്രേഡിംഗ് തുടങ്ങണം, ട്രേഡിംഗ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര രൂപ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, ട്രേഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബ്രോക്കർ, അതേപോലെ തന്നെ ഏറ്റവും അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഒരു ട്രേഡറിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം. പല ആൾക്കാരും ട്രേഡിങ്ങിൽ തോറ്റു പോണത് ഇതറിയാത്ത കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോന്റെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നും അത് എവിടെ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ വീഡിയോസിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മിക്ക കാര്യങ്ങളും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ക്യാൻഡിൽസ്. ക്യാൻഡിൽസിന് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്, അതെന്താന്നുള്ളത് പഠിക്കാം. അതേപോലെ തന്നെ ചാർട്ട് പാറ്റേൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയാണ് ഓരോ ചാർട്ട് പാറ്റേൺസും എന്താണ് സൂചിപ്പിക്കണേ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. മൂന്നാമത്തത് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നിനെ കുറിച്ച് നിങ്ങൾ പഠിക്കരുത്. ആ കൂടി പഠിക്കേണ്ടത് പ്രൈസ് ആക്ഷൻ, അതേപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ്. ഈ ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ആൾക്കാർ ഇമോഷൻ, അതേപോലെ മാർക്കറ്റിന്റെ ട്രെൻഡ്, പിന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഇത് മാത്രം ഉപയോഗിച്ചാണ്. അല്ലാണ്ട് ഇൻഡിക്കേറ്റർ അതൊന്നുമല്ല. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ച് ടൈം കളയണ്ട. ഈ പ്രൈസ് ആക്ഷൻ, ട്രെൻഡ്, പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇനി രണ്ടാമത്തെ പോയിന്റ്, ട്രേഡിംഗ് എങ്ങനെ എവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ സ്റ്റോക്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സിക്കും ഒന്നും പോകരുത്. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾ ഒരു 10 സ്റ്റോക്കിന്റെ ഒരു വാച്ച് ലിസ്റ്റ് തയ്യാറാക്കുക. അതിൽ എത്ര എണ്ണം കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഈ 10 സ്റ്റോക്കിൽ മാത്രമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഓരോ ദിവസം പല പല സ്റ്റോക്കിൽ പോയിട്ട് ട്രേഡ് ചെയ്യരുത്. അപ്പൊ ഈ ഒരു 10 സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചാർട്ട് ഇരുന്ന് പഠിക്കുക. ഓരോ ചാർട്ടിലും പോയിട്ട് കോമൺ ആയിട്ട് എന്തെങ്കിലും മൂവ്മെന്റ്സ് അതിലുണ്ടോ, എന്തെങ്കിലും ചാർട്ട് പാറ്റേൺസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ, അതേപോലെ തന്നെ 5 മിനിറ്റ്സ്, 1 ഡേ, അതേപോലെ 1 വീക്ക് ടൈം ഫ്രെയിമിലൊക്കെ ഉള്ള ചാർട്ടുകൾ നോക്കിയിട്ട് അതിലുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യുക. സപ്പോർട്ടും റെസിസ്റ്റൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ 3 ടൈം ഫ്രെയിമിലുള്ളത് 3 കളറിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടോ. എന്നിട്ട് ചാർട്ടുകൾ നന്നായിട്ട് പഠിക്കുക. ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ ഓരോ ചാർട്ടിന്റെയും മൂവ്മെന്റ് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ്, ഒരു ഉച്ചയ്ക്ക് എങ്ങനെയാണ്, ഉച്ച കഴിഞ്ഞ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, ഒരു ദിവസം അതിന്റെ മൂവ്മെന്റ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണേ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു പാറ്റേൺ അതിൽ റിപ്പീറ്റ് ആയി വരുമ്പോൾ അതിൽ എങ്ങനെയാണ് സ്റ്റോക്ക് റിയാക്ട് ചെയ്യണേ, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം പഠിക്കുക. കാരണം ഓരോ സ്റ്റോക്കും മൂവ് ചെയ്യുന്നത് പല പല ഡിഫറെന്റ് വേസിലാണ്. കാരണം ഓരോ മനുഷ്യന്റെ മാതിരി തന്നെ ഓരോ സ്റ്റോക്കിനും ഓരോ സ്വഭാവങ്ങളുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഓരോ സ്റ്റോക്കിന്റെ ചാർട്ടും കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് എന്താണ് അവിടെ എഡ്ജ് ആയിട്ട് കിട്ടണേന്ന് നോക്കുക. ഓരോ സ്റ്റോക്കിലും ചിലപ്പോൾ ഒരു സ്റ്റോക്കില് ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് വരണുണ്ടാവും. ചിലപ്പോൾ ഒരു സ്റ്റോക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസ് എത്തുമ്പോൾ ഒരു രീതിയിലുള്ള മൂവ്മെന്റ് ആവും നടത്തുന്നുണ്ടാവുക. അപ്പൊ അതെല്ലാം നിങ്ങളുടെ എഡ്ജാണ്, നിങ്ങളുടെ ട്രേഡിങ്ങിൽ വിജയിക്കാനുള്ള ഒരു എഡ്ജാണ് അവിടെ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ ക്വാണ്ടിറ്റിയിൽ മാത്രം ഫസ്റ്റ് ട്രേഡ് ചെയ്ത് പഠിക്കാം. ആ ഒരു ഒറ്റ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വിൻ ചെയ്യുമ്പോൾ മാത്രം പതുക്കെ ക്വാണ്ടിറ്റി കൂട്ടുക. 1 എന്നുള്ളത് 2 ആക്കുക, 2 എന്നുള്ളത് 4 ആക്കുക, 4 പിന്നെ 8, 10, അങ്ങനെ പതുക്കെ കൂട്ടിക്കൊണ്ട് പോവുക. ഇത് പതുക്കെ കൂട്ടാൻ പറയണതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ മാത്രം മതി നിങ്ങൾക്ക് ട്രേഡിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാഭമായാലും നഷ്ടമായാലും വളരെ ചെറിയൊരു എമൗണ്ടാണ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ട്രേഡിങ് ഫസ്റ്റ് തന്നെ വന്നിട്ട് എനിക്ക് ലാഭം ഉണ്ടാക്കണം എന്നൊന്നും പറയരുത്. കാരണം നിങ്ങൾ ആദ്യം ഈ സ്കില്ല് പഠിച്ചെടുക്കണം, എന്നിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ. അല്ലാണ്ട് ഏറ്റവും ഫസ്റ്റ് വന്നിട്ട് ഒന്നും അറിയാണ്ട് പൈസ ഇടണമെന്ന് തന്നെ നടക്കണ കേസല്ലത്. അപ്പോൾ ആദ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്ത് പഠിക്കാം. പതുക്കെ കൺസിസ്റ്റന്റ് ആണെങ്കിൽ മാത്രം ഇൻക്രീസ് ചെയ്ത് വരിക. അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം മാക്സിമം 2 ട്രേഡ് മാത്രം എടുക്കുക. മൂന്നാമത്തെ ഒരു ട്രേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. മൂന്നാമത്തെ ട്രേഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം 2 ട്രേഡ് എടുത്തു, ആദ്യത്തെയും രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾ വിൻ ചെയ്താൽ മാത്രം മൂന്നാമത്തെ ട്രേഡ് നിങ്ങൾക്ക് വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ എടുക്കുക. ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാൽ മാത്രം. ഇനിയിപ്പോൾ മൂന്നാമത്തെ ട്രേഡ് ഒരിക്കലും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ 2 ട്രേഡ് നിങ്ങൾ ഫെയിലായി.
ഫെയിൽ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ മാർക്കറ്റിൽ നിന്ന് പോവുക, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് പോവുക. മൂന്നാമത്തെ ട്രേഡ് ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 2 ട്രേഡും തോറ്റിരിക്കണോണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു റിവെഞ്ച് ട്രേഡ് എടുക്കാനുള്ള ഒരു മൂഡിലാവും. അപ്പൊ നിങ്ങൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടില്ലേ പോലും അതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ചിട്ടൊക്കെ പല പല ഊള ട്രേഡുകളിൽ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ട്രേഡ് നിങ്ങളുടെ ആദ്യത്തെ തോറ്റു കഴിഞ്ഞാൽ മൂന്നാമത്തെ ട്രേഡിൽ കയറരുത്. പിന്നുള്ളൊരു കാര്യം ടൈം ഫ്രെയിം. നിങ്ങൾ ട്രേഡിംഗ് ടൈം ഫ്രെയിം നിശ്ചയിക്കുക. അല്ലാണ്ട് 9:15 മുതൽ 3:30 വരെ ഈ സാധനത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം മാർക്കറ്റ് വോളറ്റൈലായിട്ട് നിൽക്കുന്നത് ഫസ്റ്റത്തെ കുറച്ച് ടൈം, മാർക്കറ്റ് ഓപ്പൺ ചെയ്തുള്ള കുറച്ച് ടൈമും അത് കഴിഞ്ഞാൽ ഒരു 2:30 to 3:30 വരെയൊക്കെയാണ്. അതിൽ ഏറ്റവും മോർണിംഗ് സെക്ഷൻ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒരു 9:15 to ഒരു 11 മണി 11:30 വരെയുള്ള ടൈമിൽ മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞാൽ നിർത്തി പോവുക. ഇനി മൂന്നാമത്തെ പോയിന്റ്, ട്രേഡിംഗ് തുടങ്ങാൻ നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ വേണം? സ്റ്റോക്കിലൊന്നും ട്രേഡിംഗ് തുടങ്ങാൻ വലിയ ക്യാപിറ്റൽ വേണ്ട. മാക്സിമം 3000 രൂപ. 3000 രൂപ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി എടുക്കണേന്ന് വെച്ചാൽ ഇത്രയും പൈസ ഒന്നും വേണ്ട. കാരണം ഇൻട്രാഡേയില് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ പല സ്റ്റോക്കുകളിലും ഫുൾ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട, കുറച്ചൊക്കെ കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ 3000 പറയണത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇരുന്നോട്ടെ എന്നാണ്. അപ്പോൾ ഈ 3000 ഫുള്ള് നിങ്ങളുടെ ലോസ് ആയി കഴിഞ്ഞാൽ ട്രേഡിങ് നിങ്ങൾക്ക് പറ്റണ പണിയല്ല. ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് 3000 രൂപ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ട്രേഡിങ് പറ്റാത്ത ആളാണെന്നുള്ളത് മനസ്സിലാക്കുക. കൂടുതൽ പൈസ കൊണ്ട് കളയാണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഈ 3000 എപ്പോഴാണ് കൂട്ടേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാണ്ടിറ്റി കൂടി വരുന്നുണ്ട്. 1-ന്ന് 2 ആവുന്നുണ്ട്, 2-ന്ന് 3 ആവുന്നുണ്ട്, അല്ലെ 3-ന്ന് അങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3000-ന് മുകളിൽ നിങ്ങൾക്ക് ഇനി എമൗണ്ട് വേണം. ക്വാണ്ടിറ്റി കൂട്ടാൻ ഇതിനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എമൗണ്ട് കൂട്ടുക. പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരിക. അപ്പോൾ ഒരു വർഷമൊക്കെ നിങ്ങൾ ഈ സ്കില്ല് അക്വയർ ചെയ്തിട്ട് മാത്രം കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരിക. കാരണം വെറുതെ നിങ്ങളുടെ പൈസ കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. അതേപോലെ തന്നെ ഇൻട്രാഡേയും സ്വിംഗ് ട്രേഡിങ്ങും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം പല ആൾക്കാർക്കും പല മേഖലയിലാവും ചിലപ്പോൾ കഴിവുണ്ടാവുക. ചിലപ്പോൾ ഇൻട്രാഡേ ചെയ്യാൻ പറ്റാത്ത ആൾ ചിലപ്പോൾ ബെസ്റ്റായിട്ട് സ്വിംഗ് ട്രേഡിങ് ചെയ്യണവരാവും. ചിലപ്പോൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട്. അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുള്ളൂ. ഇനി ട്രേഡിംഗ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബ്രോക്കർ ഏതാണെന്നുള്ളതാണ് പല ആൾക്കാരും ഡൗട്ട് ഉള്ളത്. ഇതിൽ ഞാൻ പറയാം, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെ എടുത്തോ, പ്രശ്നം തീർന്നില്ലേ. ഇനിയിപ്പോൾ ഡൗട്ട് അടിച്ച് നടക്കണ്ടല്ലോ. ചാർജസ് ഒക്കെ എല്ലാ മിക്ക ബ്രോക്കറിലും ഏകദേശം സെയിം ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം സെറോദ ആയിരിക്കും. കാരണം ഞാൻ പേഴ്സണലി സെറോദയിലാണ് ട്രേഡിംഗ് ചെയ്യണത്. അതേപോലെ തന്നെ എനിക്ക് അറിയാവുന്ന പല ആൾക്കാരും ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യണവരൊക്കെ സെറോദയാണ് ഓപ്ഷനായിട്ട് എടുക്കണത്. അപ്പോൾ സെറോദ തന്നെ നിങ്ങൾ എടുത്തോ. പിന്നെ ഡൗട്ട് ക്ലിയർ ആയില്ലേ, പ്രശ്നം തീർന്നില്ലേ. ഇനിയിപ്പോൾ ബെസ്റ്റ് ബ്രോക്കറിനെ അന്വേഷിച്ച് നടന്ന സമയം കളയേണ്ട ആവശ്യമില്ല. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണമെന്ന്. ഇത് പറയാനുള്ള കാരണം പല ആൾക്കാരും ട്രേഡിങ്ങിൽ തോറ്റു പോകാനുള്ള ഇപ്പോൾ 90% അല്ലെങ്കിൽ 95% ട്രേഡിങ്ങിൽ തന്നെ ഒരു ഫെയിൽ ആവും എന്ന് പറയുന്നില്ലേ. അതിനുള്ള കാരണം ഇതാണ്. കാരണം പല ആൾക്കാരും ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് 10,000 രൂപ 20,000 രൂപയൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടൊക്കെ ട്രേഡിങ്ങിക്ക് വരും. പക്ഷെ അങ്ങനെയല്ല. ഇത് സത്യത്തിൽ ഒരു ബിസിനസ് ആണ്. ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഡീസെന്റ് എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്കിത് ഡെയിലി എടുക്കാനോ അല്ലെങ്കിൽ ഒരു വീക്കിലി എടുക്കാനൊക്കെ പറ്റുള്ളൂ. വളരെ സേഫ് ആയിട്ട്, റിസ്കി ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്കൊരു അത്യാവശ്യം 10,000 രൂപയൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 10 ലക്ഷം 20 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു 10,000 രൂപ എടുക്കാൻ തന്നെ അത്ര വിഷയമുള്ള കാര്യമില്ല. 1% എടുക്കാനുള്ളൂ. അതിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. റിസ്ക് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 10,000 എടുക്കണം. വളരെ റിസ്ക് കുറഞ്ഞിട്ട് എടുക്കണമെങ്കിൽ 1 കോടി ക്യാപിറ്റൽ കൊണ്ടുവന്നാലും മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല 10,000 രൂപ കൊണ്ടുവന്നിട്ട് ഒരു മാസം കൊണ്ട് 1 ലക്ഷം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയല്ല. അത് റിസ്ക് കൂടുതലാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. പല ആൾക്കാരും പറയും പൈസ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, മറ്റേത് മറിച്ചതെന്നൊക്കെ. പക്ഷെ എല്ലാ മനുഷ്യർക്കും പൈസ എന്ന് പറയുന്നത് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അത് മനസ്സിലാവണമെങ്കിൽ അയാളെ പിടിച്ചിട്ട് ട്രേഡ് ചെയ്യിപ്പിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ പൈസ ട്രേഡ് ചെയ്ത് കിട്ടുമ്പോൾ പ്രോഫിറ്റ് വരുമ്പോഴും അതേമാതിരി ലോസ് വരുമ്പോഴും ഒരു ബിഗിനർക്ക് മൈൻഡിൽ കുറേ കാര്യങ്ങൾ റൺ ആവും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ വെച്ചിട്ടാണ് ഇവിടെ കളിക്കുന്നത്. അപ്പൊ കുറച്ച് ലാഭം വരുമ്പോഴേക്കും നമ്മൾ എന്ത് വിചാരിക്കുന്ന വെച്ചാൽ ഇത്ര ലാഭമായി, ഇതിനി കളയണ്ട, സേഫ് ആക്കാന്ന് വിചാരിച്ചിട്ട് അവർ അപ്പം തന്നെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. ടാർജറ്റ് എത്തണേക്കാൾ മുമ്പ് തന്നെ അവർ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുന്ന അവസ്ഥ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് പൈസ ഇപ്പോൾ ട്രേഡിൽ എൻട്രി ചെയ്തിട്ട്
കുറച്ച് ഒന്ന് താഴ്ത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ലോസിക്ക് വരുമ്പോൾ തന്നെ അവർ വിചാരിക്കും ഇത്രയും ലോസ് ആയി, ചിലപ്പോൾ കുറച്ചുകൂടി നേരം പിടിച്ച് നിന്നാൽ അത് പ്രോഫിറ്റിക്ക് എത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് എത്തിയിട്ടുണ്ടാവും, എന്നാലും ഒരു ലോസ് ബുക്ക് ചെയ്യില്ല, അത് പിടിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ ലോസ് കൂടും. അപ്പോൾ ഇങ്ങനെയാണ് ആൾക്കാരെ പൈസ പോകുന്നത്. ഇനിയിപ്പോൾ ലോസ് ഉണ്ടായി, അപ്പോൾ ഈ പൈസ തിരിച്ചു പിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ പോലും അവിടെ ട്രേഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അടുത്ത റിവെഞ്ച് ട്രേഡ് ചെയ്യും, പൈസ പോവും, കൂടുതൽ പൈസ പോവും. ഇങ്ങനെയാണ് പല ആൾക്കാരും ട്രേഡിങ്ങിൽ തോറ്റു പോകുന്നത്. കാരണം പൈസ എന്ന് പറയുന്നത് അവർക്ക് ഇമോഷണലി, എല്ലാ മനുഷ്യർക്കും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അത് നിങ്ങൾ എത്രമാത്രം നിഷേധിക്കാൻ ശ്രമിച്ചാലും പറ്റുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾ ട്രേഡ് ചെയ്ത് തന്നെ മാറ്റണം. ആ ഒരു ഇമോഷൻ കുറയണമെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് കുറച്ച് പൈസ പോയിട്ടും കിട്ടിയിട്ടും നമ്മൾ ആ പൈസ ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് വിടണം. അത് വിടാൻ ട്രേഡിങ്ങിന് മാത്രമാണ് കഴിയുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ പോണതൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ട്രേഡിങ്ങിൽ അത് കാണാൻ പറ്റും. 2000-3000 രൂപയൊക്കെ ഇങ്ങനെ പോണത്, കത്തിപ്പോണ വാരി നമുക്ക് സ്ക്രീനിൽ കാണാം. ഞാനൊക്കെ 8000 രൂപ പോയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് തന്നെ ശീലിച്ചാലാണ് നമുക്ക് ആ ഒരു ഇമോഷണലി അറ്റാച്ച്മെന്റ് വിട്ടുള്ളൂ. അത് വിട്ടാൽ മാത്രമാണ് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 1% എടുക്കാൻ നോക്കിയാൽ മതി. ഒരാഴ്ചയിൽ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 1% എടുക്കാൻ നോക്കിയാൽ മതി, നിങ്ങൾ നല്ല ട്രേഡർ ആയിരിക്കും. കാരണം ഒരാഴ്ചയിൽ 1% എടുത്താൽ ഒരു മാസം നിങ്ങൾക്ക് 4%, നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 4% ഉണ്ടാക്കാം. 4% എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഒരു വർഷം സേവിങ്സ് ഇട്ടാലാണ് 4% കിട്ടുള്ളൂ. അപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് 4% ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 48-50% അടുത്ത് വരെ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ. 50% ഉണ്ടാക്കാം നിങ്ങളുടെ ക്യാപിറ്റലിന്റെ. അത് നല്ലൊരു റിട്ടേൺ ആണ്. CAGR കോമ്പൗണ്ടഡ് ഒരു 5 കൊല്ലം അതേമാതിരി നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയ എത്രമാത്രം പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ. അപ്പൊ അങ്ങനെ ചിന്തിക്കുക. ഒരു ആഴ്ചയിൽ 1%, ഒരാഴ്ചയിൽ നിന്ന് 5 ദിവസം മാർക്കറ്റ് ഉണ്ടാവും. അപ്പൊ ഇതിന് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രം പ്രോഫിറ്റ് വെച്ച് തിങ്ക് ചെയ്യുക. ഇതൊരു ബിസിനസ്സാണ്, അതേമാതിരി തന്നെ നിങ്ങൾ കാണുക, അല്ലാണ്ട് ഇതൊരു ഗ്യാംബ്ലിംഗ് ഒന്നല്ല. അതുകൊണ്ടാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തിട്ട് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇനിയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതൊരു റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, അത് കണ്ടു നോക്കുക. ഇനി ഭാവിയിലും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്, ട്രേഡറിന്റെ സൈക്കോളജി, ട്രേഡിംഗ് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലൊക്കെ ട്രേഡിംഗ് തുടങ്ങാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ട്രേഡിംഗ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ കൂടുതൽ ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.